ഇന്നത്തെ കേക്ക് 1.5 കിലോ വെയിറ്റ് വരുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ 6 മുട്ട ഉപയോഗിച്ച് ഒരു കേക്ക് ബേക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ഇവിടെ 4 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിവിടെ കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് ഫില്ലിങ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫില്ലിങ്സ് ആയിട്ട് ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓരോ ലെയറിലും. അങ്ങനെ ഇവിടെ 4 ലെയറും വെച്ച് കേക്ക് ഇവിടെ സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന സിറപ്പ് എന്ന് പറഞ്ഞാൽ ഷുഗർ സിറപ്പിൻ്റെ കൂടെ കുറച്ച് സ്ട്രോബെറി ക്രഷ് കൂടെ ചേർത്തിട്ട് ആ ഒരു സിറപ്പാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ കേക്ക് ഞാൻ ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫിനിഷ് ചെയ്യാനെടുക്കുന്ന ക്രീമിലേക്ക് കുറച്ച് എഗ് യെല്ലോ കളർ ആഡ് ചെയ്താണ് കേട്ടോ. ഞാൻ ഈ ഒരു കളറാക്കി ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ കേക്ക് നമ്മുടെ കുഞ്ഞ് ആദൂട്ടന് വേണ്ടിയിട്ടാണ് കേട്ടോ. ആൾ ഭയങ്കര നറൂട്ടോ ഫാനാണ്. അപ്പോൾ നറൂട്ടോ മോഡലിലുള്ള ആ തീം കേക്കാണ് കേട്ടോ വേണ്ടുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഓറഞ്ച് കളർ ഫോണ്ടൻറ്റ് കട്ട് ചെയ്ത് ഇതേ താഴ്ഭാഗത്ത് വെച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നൈം വെച്ച് കൊടുക്കുന്ന ഈ ഫോണ്ടൻറ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നറൂട്ടോയുടെ തീം ഫോട്ടോ പ്രിൻ്റ് എടുക്കാമെന്നാണ് കേട്ടോ. എഡിബിൾ അല്ല, നമ്മൾ അല്ലാണ്ട് ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ടുള്ളതാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് അവിടെ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. കേക്ക് ഫിനിഷ് ചെയ്തപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് താഴത്തെ ഫയർ ഓറഞ്ച് കളർ ക്രീം തന്നെ കൊടുക്കാമെന്നാണ് കേട്ടോ. പിന്നെ വിചാരിച്ച് ഇത്രയും ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിനെ എന്തിനാ വെറുതെ നശിപ്പിച്ച് കളയുന്നത്, ഇനി എങ്ങാനും പാളിപ്പോയാലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫോണ്ടനിൽ കൊടുത്തത്. അതെന്തായാലും നന്നായെന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം നല്ല ഫിനിഷിങ് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ വിശേഷം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.